വരുമല്ലേ 2025 എന്ന് പറയുന്ന ഒരു കലണ്ടറിലെ താളുകൾ എത്ര പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞുപോയത്. അതേപോലെ തന്നെ 2026 ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മളെ മുന്നിൽ എത്തി നിൽക്കുന്നത്. 2025 ഒരു പക്ഷേ പലർക്കും നേട്ടങ്ങളുടെ വർഷമായേക്കാം, ചിലർക്ക് നഷ്ടങ്ങളുടെ വർഷമായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചതൊന്നും നടന്നെന്നിരിക്കില്ല. പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുമിരിക്കാം. കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പറ്റി ഇനി ചിന്തിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നമ്മുടെ മുന്നിൽ സമാഗതമായ പുതിയ വർഷത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുവാൻ വേണ്ടി നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കുകയല്ലേ വേണ്ടത്. എപ്പോഴും മാറ്റങ്ങൾ നമ്മുടെ മനസ്സിലാണ് സംഭവിക്കേണ്ടത്. 2026 ഒരു പക്ഷേ ലോകത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുക. അതിൽ യാതൊരു തർക്കവുമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടും അതേപോലെ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ടും നമ്മളുടെ മുന്നിലുണ്ട്. പക്ഷേ നമ്മൾ മാറാൻ തയ്യാറാകാതെ പഴയ മൂല്യങ്ങളെ കടിച്ചു തൂങ്ങി നമ്മൾ അതിലിരിക്കുകയാണോ വേണ്ടത്? പുതിയ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിനനുസരിച്ച് മാറാൻ തയ്യാറായി നേട്ടങ്ങളുടെ ഒരു കൂട്ടത്തിൽ നമ്മളും കൂടുകയല്ലേ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരുടെ കൂടെയാണോ നമ്മൾ കൂടേണ്ടത്, അത് നഷ്ടങ്ങളുടെ കൂടെയാണോ നമ്മൾ കൂടേണ്ടത്? ഓരോ പുതിയ വർഷത്തിലും ഓരോ പുതിയ പാഠങ്ങളായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് ഈ ഒരു 2026 എന്ന് പറയുന്ന ഒരു വർഷം ജീവിതത്തിലെ വലിയ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകാനായിട്ട് സാധിക്കട്ടെ. അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. കാരണം മാനസികമായിട്ട് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ മാത്രമാണ് മാറ്റങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിലേക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ മൂർച്ചകൂട്ടി നമ്മളുടെ നേട്ടങ്ങളെ എത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. എന്തായാലും നല്ലൊരു 2026 ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നേട്ടങ്ങളുടെ ഒരു വർഷമായിരിക്കട്ടെ 2026.